Statutory warning: Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ആ സാറേ. ഹലോ ഗോഡ്വിൻ, എവിടെയാ? സാർ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിക്കായിരുന്നു. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ആ അനിത വാസുദേവനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ മിഥുനായിരുന്നത് പോയി ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അവനെന്തോ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ വേറെ ആരുമില്ല. അപ്പോൾ ഗോഡ്വിൻ അതൊന്ന് പോയിട്ട് എടുക്കണം. സാറേ, എനിക്ക് പുള്ളിക്കാരത്തെ പറ്റി ഒരു ഡീറ്റെയിൽസും അറിയില്ല. അത് മാത്രമല്ല, പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലാന്നേ. കുഴപ്പമില്ലെന്നേ. നീ ആ ഗൂഗിൾ നോക്കിയിട്ട് അവരെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. നമ്മുടെ ചാനൽ മാത്രമാണ് അവരെക്കുറിച്ചോ അവരുടെ നോവലിനെ കുറിച്ചോ ഒരു സ്റ്റോറിയും ഇതുവരെ ചെയ്യാത്തത്. പിന്നെ ഇന്ന് ലോക പുസ്തക ദിനമാണ്. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കേ അന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റണം.
പിന്നെ ഞാൻ ശ്യാമിനെ ആ ക്യാമറയായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാം കേട്ടോ. ഓക്കെ സാർ, പോവാം. ഓക്കെ, ശരി. നമസ്കാരം, മീറ്റ് ദ ലെജൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത സാഹിത്യകാരിയായ അനിത വാസുദേവാണ്. നമസ്കാരം. നമസ്കാരം മാം, ഇപ്പോൾ വായനക്കാരിലും സോഷ്യൽ മീഡിയയിലും വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകം ഇരുനിറം. ഈ കാലഘട്ടത്തിന് വളരെയധികം ആപ്റ്റായിട്ടുള്ള സബ്ജക്റ്റ് കൂടിയാണ് ഈ പുസ്തകത്തിൽ മാം പറഞ്ഞു പോകുന്നത്. കൃത്യമായൊരു രാഷ്ട്രീയവും ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് കുറവായിരുന്നിട്ട് പോലും വായനക്കാർ കൂടുതൽ വായിക്കുന്നു, അതുപോലെ തന്നെ പുസ്തകം ഒരുപാട് വിറ്റൊഴിയുന്നു. എന്ത് മാജിക്കാണ് മാം ഈ പുസ്തകത്തിൽ എഴുത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്? മാജിക് ഒന്നുമില്ല. ഇത്രയും വർഷത്തെ എഴുത്തിലുള്ള അനുഭവങ്ങളും പഠനവും തന്നെയാണ്. ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എനിക്ക് സമൂഹത്തോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുസ്തകം വായിക്കുന്ന ആൾക്ക് എൻ്റർടൈൻമെൻറ്റിനപ്പുറം അയാളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കൊടുക്കാൻ എൻ്റെ എഴുത്ത് സഹായിക്കുന്നുണ്ടോ? ഇതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തിൽ മാജിക് ഒന്നുമില്ല. ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കാണ്. നല്ലൊരു ചിന്തയാണ് മാം. അതോടൊപ്പം തന്നെ വായനക്കാർ കൂടുന്നു എന്നതിലുപരി ഈ പുസ്തകം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തു തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സബ്ജക്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. ഇല്ല ഇല്ല എന്ന് എത്ര പറഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോഴും. പലർക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അത് തന്നെയായിരിക്കാം ഇത് ചർച്ച ചെയ്യപ്പെടാൻ കാരണം. പല സാഹിത്യകാരും എഴുതുന്നതിന് മുമ്പ് പറയാറുണ്ട് ചില ഇവൻസ് ഒക്കെ ഇൻസ്പയർ ആയിട്ടാണ് എഴുത്തു തുടങ്ങാറുന്നത്. അതുപോലെ തന്നെ ഈ കഥ എങ്ങനെയാണ് മാമിൻ്റെ മനസ്സിലേക്ക് വന്നത്? ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇത് എൻ്റെ മനസ്സിലുണ്ടായ കഥയല്ല. എൻ്റെ ഒരു സുഹൃത്ത് മഞ്ജു സ്കൂൾ ടീച്ചറാണ്. അവളുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ കാര്യം അവൾ എന്നോട് പറഞ്ഞു. ഞാനത് എഴുതിയപ്പോൾ കുറച്ച് സാഹിത്യം ചേർത്ത് എഴുതി, അത്രേ ഉള്ളൂ. താൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല അല്ലേ? മാം, അതിപ്പോൾ രാവിലെയാണ് ഹെഡ് വിളിച്ച് പറഞ്ഞതേ. ഞാനല്ലായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, വേറെ ആളായിരുന്നു. ഇതുവരെ ഈ പുസ്തകം വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോറി മാം. അതിന് സോറി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സാധാരണക്കാരനായ ഒരച്ഛൻ്റെയും മകളുടെയും കഥയാണ്. 12 വയസ്സുകാരിയായ അമ്പിളിയുടെയും വില്ലേജ് ഓഫീസിലെ ക്ലർക്കായ അവളുടെ അച്ഛൻ്റെയും കഥ. ഈ ഫയലൊന്നും സാധനം കാണിച്ചേ. നീ ആ കണക്ക് നോക്കിയിട്ടേ ഇത് എസ്റ്റിമേറ്റിനെ കൂടെ ഒന്ന് വെക്കണം. പിന്നെ ഇത് ഇങ്ങനെ മതിയോ? അത് മതി, ഇത് ഞാൻ എൻ്റർ ചെയ്തോളാം. ഈ ഫയൽ റിയാസ് സാർ വരുമ്പോൾ കൊടുക്കും കേട്ടോ. ശരി. എടാ ജോബി, ഞാൻ ഇറങ്ങോ? എനിക്ക് വീട്ടിലോട്ട് കുറച്ച് സാധനം മേടിക്കണം. ഒരു പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു, തല കാണിക്കണം. ഓക്കെ. എടാ പിന്നെ റിയാസ് സാർ പറഞ്ഞ ഫയലും നീ നോക്കി വെക്കണം. ആ സ്ഥലം നമുക്ക് അളക്കാൻ പോകുന്നതാ. പിന്നെ അതിൻ്റെ കരവടച്ച് രസീതും കിട്ടാനുണ്ട്. എടാ നീ ആ രജീഷിനെ പറഞ്ഞൊന്നും മനസ്സിലാക്കുക. അത് നടക്കുന്ന കാര്യമല്ല. എന്തെങ്കിലും എൻക്വയറി വന്ന് നമ്മളെല്ലാം പെടും. കമ്മീഷൻ കിട്ടുന്ന കാര്യമില്ല സാറേ. അവൻ അങ്ങനെയൊന്നും വിടിയല്ല. സാറ് പോയിക്കോ. എടാ അപ്പോൾ ഞാൻ ശരി. ആ ബാലേട്ടാ പറഞ്ഞോളൂ. അത് ഞാൻ വാടക കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാശാണ്. കുഴപ്പമില്ല, ബാലേട്ടൻ 10-ാം തീയതി തന്നാൽ മതി. ആ ശരി ശരി. ഞാൻ അതേ പാർട്ടി പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് വരുവാണേ. ബാലേട്ടൻ അവിടെ ഉണ്ടാവില്ലല്ലോ? ശരി, അപ്പോൾ അവിടെ വന്നിട്ട് കാണാം.
കളിച്ച പടച്ചോൻകുട്ടി പറഞ്ഞു വരത്തി പറയൻ ചേരിലുഴുതു മറിച്ച കലപ്പക്കോലിൽ തൊട്ടൂടാ കതിരിൽ വെള്ളപ്പൂ വിരിയുമ്പോൾ ഉടയോൻ വാങ്ങിക്കലവും തൂവും കുഴിയിൽ വെന്ത ചെളിച്ചോറുണ്ണാൻ പുലയൻ കാറ്റവിടോടിക്കൂടും ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട വാണോരേ ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട വാണോരേ മലയും ചെറുപുഴയും കാടും കരയുന്നേ ഞങ്ങൾക്കായി കതിരിൽ വിരിവെച്ചു മയങ്ങും പുലരിക്കാറ്റും കേഴുന്നേ ഇനി എൻ്റെ കറുപ്പും മൂറും കണ്ടിട്ടെന്നെ അളക്കല്ലേ പണിയായുധമല്ല കയ്യിൽ പടികേറ്റണ പുസ്തകമാ ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട വാണോരേ ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട വാണോരേ പടികീഴെ നിന്നു കരഞ്ഞ കരിനായകളല്ല ഞങ്ങൾ പടിമേലെ നിന്നു കയർക്കാൻ വരുവായ മനുഷ്യന്മാർ വരുവായ മനുഷ്യന്മാർ എന്നുടെ കൂടെ പഠിച്ചു കളിച്ച പടച്ചോൻകുട്ടി പറഞ്ഞു വരത്തി പറയൻ ചേരിലുഴുതു മറിച്ച കലപ്പക്കോലിൽ തൊട്ടൂടാ കതിരിൽ വെള്ളപ്പൂ വിരിയുമ്പോൾ ഉടയോൻ വാങ്ങിക്കലവും തൂവും കുഴിയിൽ വെന്ത ചെളിച്ചോറുണ്ണാൻ പുലയൻ കാറ്റവിടോടിക്കൂടും സജീഷ് പറഞ്ഞ ഈ അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഈ കറുപ്പും വെളുപ്പും എന്ന പ്രശ്നം ഇന്ത്യയിൽ മാത്രമാണോ ഉള്ളത്? സജീഷേ, ഇത് ഇവിടെ മാത്രമുള്ളതല്ല. ഇപ്പൊ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയിൽ നമ്മൾ കണ്ടതല്ലേ? ജോർജ് ഫ്ലോയിഡ് എന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഒരു പോലീസുകാരൻ ചവിട്ടിക്കൊന്നു. എൻ്റെ പൊന്ന് സുഹൃത്തെ, നമ്മൾ ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു വലിയ വിഷയമാണ് സംസാരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ അമേരിക്കയിലേക്ക് പോകൂ, റഷ്യയിലേക്ക് പോകൂ, അച്ഛാ TV ഒന്ന് ഓഫ് ചെയ്യോ? എപ്പോ നോക്കിയാലും വാർത്ത. എനിക്ക് പഠിക്കണം, എക്സാം ഉള്ളതാ. ഓ, ഞാൻ വാർത്ത വെച്ചെന്ന് പറഞ്ഞ് നിന്റെ മാർക്ക് പറയണ്ട. ഓഫ് ചെയ്തേക്കാം പോരെ, റിസൾട്ട് വരുമ്പോ കാണണേ. കാണാം. അയ്യോ, ഇപ്പൊ സന്തോഷമായല്ലോ നിനക്ക്? പോ അവിടുന്ന്. അമ്പൂസേ, ഓ പെട്ടെന്ന് വന്നില്ല, നീ ഒറ്റക്ക് പോകേണ്ടി വരുവേ. ദാ വരുന്നു. ഒരു മിനിറ്റ് പോയിട്ട് വരാട്ടോ. ഒന്ന് വേഗം വാ എൻ്റെ അമ്പൂസേ, എനിക്ക് ഓഫീസിൽ പോകണ്ടല്ലോ, സമയം പോയി. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. മോളെ സൂക്ഷിച്ച്. ഓ, ഇത്രയും കാലമായിട്ട് കീ വെക്കാൻ പോലും പഠിച്ചില്ല. ആ, ഒന്ന് വന്ന് കേറാം പൂസേ. നല്ലപോലെ പിടിച്ചിരിക്കും. അച്ഛൻ നിർത്ത്. ആലിസ് ചേച്ചി ഒരു കാര്യം. ആലിസ് ചേച്ചി, ഞാൻ ട്യൂഷന് വരില്ല കേട്ടോ. ഇന്ന് ഒപ്പനയുടെ പ്രാക്ടീസ് ഉണ്ട്. മറ്റന്നാളാണ് പരിപാടി. നീയല്ലേ മണവാട്ടി? അതെനിക്ക് ഓർമ്മയുണ്ടെന്നേ. ഇല്ലെന്നേ, എന്റെ ആക്സിഡന്റിന്റെ കേസിന്റെ ആവശ്യത്തിനായി കോടതി പോയേക്കോ. അസുഖമൊക്കെ എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറഞ്ഞാ? ആ, കുറവുണ്ടെന്നേ. ചേച്ചി മറക്കല്ലേ, വരണേ. ടാറ്റ. എന്നാ ശരി ആലീസേ. ടാറ്റ. പിടിച്ചിരുന്നു.
എടി നീ ഒന്ന് വേഗം വാ. ആ വന്നു. ബാ പോവാം. ഇന്നും പ്രാക്ടീസ്. നീ എന്നെ കാത്തു നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. എന്തൊക്കെയാണ് ആഫ്രിക്കൻ വൻകരയുടെ പ്രത്യേകതകൾ? വലിപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. നൈൽ നദിയുണ്ട്. പിന്നെ കറുത്ത വർഗ്ഗക്കാരുടെ നാടാണ് ആഫ്രിക്ക. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ. എന്തിനാ ചിരിക്കുന്ന രണ്ടുപേരും? എന്താ രണ്ടുപേരും പറഞ്ഞേ? സ്റ്റാൻഡപ്പ്. ടീച്ചറെ, ഈ ഡെന്നി പറയാ ആഫ്രിക്കക്കാരൊക്കെ കറുത്തവരാണെങ്കിൽ ഈ അമ്പിളി ആഫ്രിക്കക്കാരിയല്ലേന്ന്. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ ഇരുന്ന് സംസാരിക്കരുതെന്ന്. ഏതായാലും ആഫ്രിക്ക വരെയൊക്കെ പോയി വന്നതല്ലേ, നാളെ വരുമ്പോ ഇന്ത്യയുടെ പ്രതിജ്ഞ 10 പ്രാവശ്യം എഴുതിയിട്ട് വന്നാ മതി. 2 എണ്ണം ഇങ്ങോട്ട്. മനസ്സിലായല്ലോ? സിറ്റ് ഡൗൺ. ടീച്ചറേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ, കലോത്സവത്തിന്റെ പ്രാക്ടീസ് ആണേ. ഓരോ ഗ്രൂപ്പിനങ്ങളിലും പങ്കെടുക്കുന്ന കുട്ടികൾ അതത് ഗ്രൂപ്പിന്റെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കോസ്റ്റ്യൂമും ഓർണമെന്റ്സും വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ. കേട്ടല്ലോ? SC/ST സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള കുട്ടികൾ അടുത്ത ആഴ്ച വരുമ്പോൾ പാരന്റ്സിനെയും കൂട്ടി ഇങ്ങോട്ട് വരണം. ഓക്കെ? ഇവിടെ ഇപ്പോ അമ്പിളി മാത്രല്ലേ ഉള്ളൂ, മറക്കല്ലേ മോളെ? എല്ലാരും ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഇതെല്ലാരും ഇട്ട് ഫിറ്റ് ആണോ നോക്കണം. പറ്റാത്തവർ പറയണം കേട്ടോ. ആരും അഴുക്കൊന്നും ആക്കരുതേ. അത് മതി നമ്മുടെ മാർക്ക് പോവാൻ. മനസ്സിലായല്ലോ? ടീച്ചറിന്റെ കുട്ടികൾ ഇപ്രാവശ്യം മത്സരത്തൊന്നുമില്ലേ? കുറച്ചു പേരൊക്കെ ഉണ്ട്, കൂടുതലും പെൺപിള്ളാരാ. ശരി. ഇത് മണവാട്ടിക്ക്. സ്റ്റേജിൽ ഇതുപോലെ ചിരിച്ചേക്കണം കേട്ടോ. പേര് പറഞ്ഞേ. അമ്പിളി വേണു. ഡിവിഷൻ 7B. അമ്പൂസേ, എന്തെടുക്കുവാ? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. സർവേ നമ്പർ 100/6, വിഷ്ണു തൈപ്രമ്പിൽ, വടക്കേ വശം റോഡ്. അച്ഛാ, ആരിത്? മണവാട്ടിയോ? എങ്ങനെയുണ്ട്? ചേരുന്നുണ്ടോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. അച്ഛൻ്റെ മോളെ എന്തിട്ടാലും സുന്ദരി, അടിപൊളിയായിട്ട്. അകക്കണ്ണിലെ മുകിൽ കുമ്പ
കുമ്പിളിൽ നീയമ്പിളി എൻ മിഴിപ്പൊയ്കയിൽ നിറയുന്നു നീ കുഞ്ഞമ്പിളി പൊന്നണിഞ്ഞാലും പൊട്ടുതൊട്ടാലും സന്ധ്യവാനിൻ്റെ ചോപ്പുടുത്താലും അമ്പിളി നിനക്കെന്നും രാവാണഴക് ഏഴാണഴക് അമ്മ പകൽ ദൂരെ മറയുമ്പോൾ ചിമ്മിത്തിരിഞ്ഞവൾ പിരിയുമ്പോൾ നിന്നെ ചേർക്കുകില്ലേ നെഞ്ചിൽ ചേർക്കുകില്ലേ അകക്കണ്ണിലെ മുകിൽ കുമ്പിളിൽ നീയമ്പിളി എൻ മിഴിപ്പൊയ്കയിൽ നിറയുന്നു നീ കുഞ്ഞമ്പിളി വെള്ളാരം കല്ലാൽ നിന്നെ എറിഞ്ഞോ കൺപീലി നിന്റെ നനയുന്നതെന്തേ മിന്നാമിനുങ്ങേ നീയൊന്നു ചൊന്നാൽ പൂവാം കുരുന്നിൻ കണ്ണീരു പോവും രാവു പോലൊരു മകളല്ലേ രാവു പോലൊരു മകളല്ലേ എല്ലാം മാറിലണയ്ക്കുന്ന മനസ്സില്ലേ മാറിലണയ്ക്കുന്ന മനസ്സില്ലേ അകക്കണ്ണിലെ മുകിൽ കുമ്പിളിൽ നീയമ്പിളി എൻ മിഴിപ്പൊയ്കയിൽ നിറയുന്നു നീ കുഞ്ഞമ്പിളി ഒന്നിച്ച് കൈവയ്ക്കും അങ്ങനെ ഒരുമിച്ച് തലയാട്ടിക്കൊണ്ട് മോളെ അത് കൈ കൊട്ടിക്കൊണ്ടാണ് തലയാട്ടി വരുന്നത്. ലില്ലി ഒരു മിനിറ്റ് ഒന്നിങ്ങോട്ട് വന്നേ ഒന്നേ അവരോട് നിർത്താൻ പറ. പിള്ളേരെ നിർത്തിക്കേ. എന്താ ടീച്ചറെ കാര്യം? ബാക്കിയുള്ള ഗ്രൂപ്പൊക്കെ ഭയങ്കര പ്രാക്ടീസാ. അതെ ഒപ്പനയ്ക്ക് ഇപ്രാവശ്യം നല്ല മത്സരമായിരിക്കും കേട്ടോ. ആ റസിയ ടീച്ചറുടെ ഗ്രൂപ്പൊക്കെ നല്ല കളിയാ. നമ്മുടെ പിള്ളേര് സ്റ്റെപ്പൊക്കെ പഠിച്ചില്ലേ? അവര് നന്നായി പഠിച്ചിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ കറക്റ്റാണ്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ അമ്പിളിയെ മണവാട്ടിയാക്കിയത് ശരിയായില്ല ടീച്ചറെ. അതെന്താ? അത്രയും വെളുത്ത കുട്ടികളുടെ ഇടയിൽ ഒരു കറുത്ത കുട്ടി, അതും മണവാട്ടി.
അത് മാറ്റുന്ന ടീച്ചറെ നല്ലത്. അയ്യോ ടീച്ചർ, അതിപ്പോ എങ്ങനെയാ പെട്ടെന്ന്? നമ്മൾ അമ്പിളിയോട് എന്താ പറയാ? അത് ഞാൻ പറഞ്ഞോളാം. മണവാട്ടിയായിട്ടേ പാർവതിയാ നല്ലത്. അവളാകുന്ന നല്ല വെടുപ്പുണ്ട്. ഇതൊരു മാതിരി നിലവിളക്കിനിടയ്ക്ക് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. അതെ, മഞ്ജു അറിയണ്ട. അവൾ അറിഞ്ഞ കമ്മ്യൂണിസമായിട്ട് വരും. വാ, ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. അമ്പിളി, എണീറ്റ് അവിടെ പോയിരിക്കേ. പാർവതി, ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നിരിക്കേ. ഒന്ന് വേഗം വാ, ഇവിടെ വന്നിരിക്കാൻ. കണ്ടോ, ഇപ്പോഴാ ഭംഗി വന്നത്. മണവാട്ടിയായിട്ടേ പാർവതി തന്നെ മതി. ഇനി തുടങ്ങിക്കോ. വാ വാ, ഇനി എല്ലാരും പഴയ പോലെ ലൈനിലൊക്കെ പോയി നിന്നേ. ആ, പാടുകാരൊക്കെ ഇങ്ങോട്ട് വാ. മോള് കറുത്തു പോയതുകൊണ്ടാണ് മാറ്റിയത്. നമുക്ക് വേണ്ടത് വെളുത്ത മണവാട്ടിയാ. അവിടെ നിൽക്ക്. മോക്ക് സങ്കടമൊന്നുമില്ലല്ലോ. ഇനി തുടങ്ങിക്കോ. പാർവതി ഇങ്ങോട്ട് നോക്കല്ലേ. മോളെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് പാർവതിക്ക് കൊടുക്കണേ. പാർവതി മോളെ ചിരിച്ച്. മോളെ അമ്പിളി, അമ്പിളി, നീ പ്രാക്ടീസിന് പോയില്ലേ? എന്താ മോളെ, എന്താ പറ്റിയേ? അമ്പിളി, എന്താ എന്താ പറ്റിയേ? സർ, അറ്റൻഡൻസ് വളരെ കുറവാണ്. ടീച്ചർ എന്തിനാ അമ്പിളിനെ ഒപ്പനയിൽ നിന്ന് മാറ്റിയത്? ഓ, അവളവിടെ വന്ന് പരാതി പറഞ്ഞു കാണും. എൻ്റെ മഞ്ജു, ഈ സ്റ്റേജിലൊക്കെ കാണാൻ ഭംഗിയുള്ള കുട്ടികളെ നിർത്തേണ്ടത്, അല്ലാതെ ഈ കറുത്ത കുട്ടിയെ എങ്ങനെ മണവാട്ടിയാക്കുക? കറുത്ത മണവാട്ടിക്ക് എന്താ ടീച്ചർ ഒരു കുഴപ്പം? ടീച്ചർ ഏത് കാലത്താ ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, പക്ഷേ കറുപ്പ് മാത്രമല്ല. ഓഫ്, നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ടീച്ചർ എങ്ങോട്ടാ പറഞ്ഞു വരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ടീച്ചറുടെ പ്രശ്നം ആ കുട്ടിയുടെ ജാതിയല്ലേ. താഴ്ന്ന ജാതിക്കാരെ മനുഷ്യരായി കാണാനുള്ള മനസ്സൊന്നും ടീച്ചർക്കില്ല. മഞ്ജു, ഇതൊന്നും വലിയ പ്രശ്നമാക്കാനില്ല. മഞ്ജു വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അല്ലെങ്കിലും ജാതിയുടെ കാര്യമൊക്കെ ഇവിടെ ആരാ പറഞ്ഞത്? അല്ലേ അല്ലേ, ജാതിയുടെ പ്രശ്നമല്ലേ എന്നാ ടീച്ചർ പറയട്ടെ. ടീച്ചർ മിണ്ടുന്നില്ല. ടീച്ചറെ, അമ്മയില്ലാത്ത കുട്ടിയാ ടീച്ചറെ അമ്പിളി. ഗവൺമെന്റ് സ്കൂളിൽ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി അവള്. ഇവിടെ കുട്ടികളില്ലെന്നും പറഞ്ഞ് മാഷ് ഇടപെട്ട് അവളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത്. എന്നിട്ട് മാഷ് എന്നെ ഇതിന് കൂട്ടി നിൽക്കുക. ടീച്ചർ ഇപ്പൊ എടുത്ത തീരുമാനം മാഷ് ഇടപെട്ട് മാറ്റണം. അമ്പിളി എന്റെയും ലില്ലിയുടെയും ഗ്രൂപ്പിലെ കുട്ടിയാ. അവളൊപ്പനയിൽ തുടരണോ തുടരണ്ടോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. മഞ്ജു ഇതിൽ ഇടപെടണ്ട. വെറുതെ എന്തെങ്കിലും ആവട്ടെ. അമ്പിളി, വെള്ളമുണ്ടോ? ഒപ്പനയിന്ന് മാറ്റിയതിന് വിഷമമുണ്ടോ? ഇല്ലടി, വെളുത്തോര കൂട്ടത്തിൽ ഞാൻ നിന്ന് രസം ഉണ്ടാവില്ല. അതിന് നീ തന്നെ നല്ലത്. ഉറപ്പല്ലേ? ആ, സമയായി, പോവാം. പാറു, എന്താ ലേറ്റ് ആയത്? നേരെ സന്ധ്യയായില്ലേ?
വാ കേറ്. നീയും വാ. അമ്പിളി കേറ്. അച്ഛാ, നാളത്തെ യൂത്ത് ഫെസ്റ്റിലെ ഒപ്പനയുടെ മണവാട്ടി ഞാനാ. കൊള്ളാലോ, മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരി ആവുമല്ലോ. 1ാം സമ്മാനം മേടിക്കോ? അമ്പിളി രാവിലെ നേരത്തെ വരണേ. അപ്പൊ ശരി, ടാറ്റാ. അവളാണോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? ആ, അമ്പിളി. അമ്പിളി കുമ്പിളി. അവളായിട്ട് അധികം കൂട്ട് വേണ്ട. നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയ ആളുകളല്ല. അതെന്താ വെച്ചാ അങ്ങനെ? അവരൊക്കെ താഴ്ന്ന ജാതിക്കാരാ, നമ്മളോ നല്ല തറവാട്ട് പറഞ്ഞവരും. അതുകൊണ്ട് അധികം ചോദ്യമൊന്നും വേണ്ട. നീ ഇനി അവളെ കൂടെ നടക്കണേ ഞാൻ കണ്ടാല് നിന്നെ ഞാൻ ബോർഡിംഗ് സ്കൂൾ കൊണ്ടു ചേർക്കും. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. വേഗം കുടിക്ക്, പോവാ. അമ്പിളി നീ എന്തിയാ അവിടെ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ഒപ്പനയുള്ളതല്ലേ. എങ്കിലും കഥാപ്രസംഗം എന്ന കലയുടെ പ്രസക്തി ഇന്നും നമ്മുടെ നാട്ടിൽ ഒട്ടും കുറഞ്ഞിട്ടില്ല. സ്നേഹിതരെ, നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥയുമായി ഞാൻ എത്തുന്നു. അതെ, അതാണ് ശാപമേറ്റ ദശരഥൻ. മാനസ സരസുവിൽ നിന്ന് ഉത്ഭവിച്ച് അയോധ്യയെ വലം വെച്ച് പുണ്യനാമങ്ങളും പാടിക്കൊണ്ട് വളഞ്ഞ് കുളഞ്ഞ് ഒഴുകി വരികയാണ് ഭാരതത്തിന്റെ പുണ്യനദിയായ സരയു. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സുന്ദരി കുണുങ്ങി കുണുങ്ങി വരുന്നത് പോലെ തോന്നും. എന്റെ ഭഗവതി, ലക്ഷങ്ങളുടെ കണക്കാ. ഉള്ളതെല്ലാം വിറ്റ് തെരുവിലിറങ്ങിയാലും ഒന്നിനും തികയില്ല. അതിനല്ലേ ഞങ്ങൾ ബാങ്കുകാർ ആ സർട്ടിഫിക്കറ്റ് എടുത്താട്ടെ. വെറും 23% പലിശയേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാത്ത എല്ലാ വിദ്യാർത്ഥികളും മെയിൻ ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. ഒന്നാം സ്ഥാനം ചെസ് നമ്പർ 22 ജീതു ജോസ്, റെഡ് ഗ്രൂപ്പ്. 2ാം സ്ഥാനം ചെസ് നമ്പർ 4 അമൃത ജോസ്, ഗ്രീൻ ഗ്രൂപ്പ്. 3ാം സ്ഥാനം ചെസ് നമ്പർ 10 അഭിന തോമസ്, യെല്ലോ ഗ്രൂപ്പ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. വിദ്യാർത്ഥികളുടെയും ഗ്രൂപ്പ് ഇൻചാർജ് ടീച്ചേഴ്സിന്റെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്. UP വിഭാഗം ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കേണ്ട ടീമുകൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രധാന വേദിക്ക് സമീപത്തായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രചനാ മത്സരങ്ങൾ നടക്കുന്ന വേദിയിൽ ഇപ്പോൾ നടക്കുന്ന കഥാ മത്സരത്തിന് ശേഷം കവിതാ മത്സരം UP വിഭാഗമായി നടക്കുക.
ഇവിടെ സാറിൻ്റെ ഒപ്പ് വേണം. ഒരാഴ്ച പാസ്സാവും. കൊടുത്തോളൂ. അതിന് താഴെയുള്ളത് അത് നോക്കിയേ. ജോബി സാറേ ഇറങ്ങാറായില്ലേ? 5 കൊണ്ട് ആവുന്നല്ലേ? പേപ്പർ ഇവിടെ തരാൻ പറഞ്ഞു. ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി തരണേ. ശരി സാർ. വേണു സാറേ. എന്താ രജീഷേ പതിവില്ലാതൊരു സാറ് വിളിയൊക്കെ? ആ പുറമ്പോക്ക് ഭൂമിൻ്റെ കാര്യത്തിനായിരിക്കും അല്ലേ? ഞാൻ ഇറങ്ങാം കേട്ടോ. രജീഷേ, സത്യം കോൺട്രാക്ടിനോട് ഞാൻ അന്നേ പറഞ്ഞത് നിയമം വിട്ട് ഞാനൊന്നും ചെയ്യില്ലെന്ന്. ഇനി നീ ആളുടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടത്താൻ വേറെ ആളടുത്ത് പൊക്കോ, എൻ്റെ അടുത്തോട്ട് വരല്ലേ. ഓ, നിങ്ങൾ വലിയ സാറുമാർക്ക് കമ്മീഷനൊന്നും വേണ്ടായിരിക്കും. നമ്മൾ പാവം പ്യൂൺ ജീവിച്ചു പൊക്കോട്ടെ. രജീഷേ, കമ്മീഷൻ മേടിക്കാതെ ജീവിക്കുന്ന പ്യൂന്മാരും ഉണ്ടോ? എടോ, തൻ്റെ ഈ കറുത്ത തൊലിയുണ്ടല്ലോ, അത് കണ്ടാലറിയാം താൻ ജാതി സംവരണം കൊണ്ട് ജോലിക്ക് കയറിയതാന്ന്. അതല്ലായിരുന്നെങ്കിണ്ടല്ലോ താനൊക്കെ ഇതിലൂടെ കൂലിപ്പണി എടുത്ത് നടന്നേനെ. എടോ രജീഷേ, എനിക്ക് ഇതിനുള്ള ഉത്തരം തന്നോട് പറയാറിയാണ്ടല്ല, പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. താൻ ചെല്ലി. താൻ വേറൊരു ക്ലർക്കാണ്. തൻ്റെ മുകളിലുള്ള ആളുകൾ ഇതെങ്ങനെ നടത്തി കാണിക്കണമെന്ന് എനിക്കറിയാം. രേഷ മതി, നിർത്തുപോ. കർത്താവന്മാരൊക്കെ മുകളിലിരുന്ന് ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ മുഖം തിളക്കം നഷ്ടപ്പെട്ട് കറുത്തെഴുതിരിക്കുകയാണോ? മുഖത്തെ കറുപ്പും കരിവാളിപ്പും മാറാനുള്ള വഴിയാണ് നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും കോഫി പൗഡറും നന്നായി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും കോഫി പൗഡറും തുല്യ അളവിലെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. മിനിമം ഒരു 2-3 മിനിറ്റ് വരെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ കുറച്ചെടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് മുഖത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിയിരിക്കണം. 25 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് മുഖത്ത് നിന്ന് കഴുകിക്കളയാം. കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുഖം ദാ ഇതുപോലെ കറുപ്പും കരിവാളിപ്പും ഒക്കെ മാറി നല്ല സോഫ്റ്റായി കാണാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു മുഖത്തെ കറുപ്പും കരിവാളിപ്പും ഒക്കെ എങ്ങനെ മാറുമെന്ന്. അതിനുവേണ്ടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ കൂട്ടുമായിട്ട് ഞാൻ ഇന്ന് വന്നത്. എല്ലാവരും ഈ പാക്ക് പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇതെന്താ മേക്കപ്പ് ഒന്നും കളഞ്ഞില്ലേ? എന്നാ മോള് പോയി കുളിച്ചിട്ട് വാ, അച്ഛനൊരു ചായ ഇടാം. നമുക്കൊന്ന് ടൗൺ വരെ പോകാനുണ്ട്. അമ്പൂസേ, ഇന്നത്തെ ഒപ്പന മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയോ? ഒപ്പനയ്ക്ക് എന്നെ കൂട്ടിയില്ലച്ചാ. ഞാൻ കറുത്തതായോണ്ട് ടീച്ചർ എന്നോട് കളിക്കണ്ടെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല കേട്ടാ, നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കും. ഒപ്പന മത്സരം മാത്രമാക്കണ്ട, പാട്ടിനും ഓണാക്ടിനും എല്ലാത്തിനും ചേരാട്ടാ. ആയിക്കാ
ഇതും കൊണ്ട് അടിച്ചേക്കുക. ഓക്കെ. ഞാനേ ഗൂഗിൾ പേ ചെയ്തായിരുന്നു. എന്നാ പോട്ടെ. ആ സിനോജ മൂലൊപ്പിച്ച് പിടിക്കേ. കുറച്ചങ്ങോട്ട്. ഹലോ, ഞാനൊരു സ്ഥലളവിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. എത്രയാ സാറേ? 75. ആ അല്ല വേണോ, ആ രേഷ് എന്തിനാ എപ്പോഴും നിന്നോട് മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത്? അതവൻ എന്നോട് മാത്രമല്ല, ഞങ്ങളുടെ ജാതിക്കാരോട് മുഴുവനുണ്ട്. ജാതിക്കാരോടോ? അതെന്ത് പ്രശ്നം? എൻ്റെ ഇക്ക അവൻ പണ്ടൊരു PSC എഴുതി പോലീസിന്റെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നതാ. ലിസ്റ്റിൽ റിസർവേഷൻകാർ കയറി പറ്റിയപ്പോൾ അവന് ജോലി കിട്ടിയില്ല. അതിൽ പിന്നെ ഏത് റിസർവേഷൻകാരെ കണ്ടാലും അവന് ദേഷ്യം. അപ്പോൾ നിയമവ്യവസ്ഥിതിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടമാണ് ഇന്നലെ കണ്ടത് അല്ലേ? എൻ്റെ ഇക്ക ഞാനും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് തന്നെയാണ് ഈ ജോലി മേടിച്ചത്. പക്ഷെ എവിടെ ചെന്നാലും ഈ റിസർവേഷൻകാരെന്നുള്ള വിളിയുണ്ടല്ലോ. ആ വിട്ടേക്കടോ, ആൾക്കാരുടെ സ്വഭാവം നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റൂല. പോകാൻ പറ. സിനോദേ ആന്നോണ്ടാ? ആ സാറേ. അയ്യോ സാറേ, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സാറേ. അവൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. ലീവ് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തട്ടെ, ബാക്കി അവിടെ വന്നിട്ട് സംസാരിക്കും. ഓക്കെ 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 സാറേ. ഞാൻ പറഞ്ഞ ആ സർവേയുടെ കാര്യം എന്തായി? അയ്യോ സാറേ, ഇതേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതേ സർവേ നടന്നുകൊണ്ടിരിക്കുക. ശരി ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ സാറേ. സാറായിരുന്നു ആ രജീഷോടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ശരി, നമുക്ക് ബാക്കി നോക്കാം. വാ. ഇന്ന് മഞ്ജു ടീച്ചർ ലീവാണല്ലോ. മഞ്ജു ടീച്ചർ കോഴ്സിന് പോയേക്കും. ഇനി മറ്റന്നാളെ വരുള്ളൂ. നീ എന്താ ഇപ്പം എന്നെ കാത്തിക്കാത്തേ? അത് അച്ഛൻ പറഞ്ഞു ഇനി നിന്നോട് കൂട്ടുകൂടണ്ടെന്ന്. അതെന്താ? നീയൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്, നിനക്കൊന്നും എൻ്റെ അത്ര സ്റ്റാറ്റസ് ഇല്ലെന്നും പറഞ്ഞു. പിന്നെ നീയുമായി കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ മാറ്റുമെന്നും പറഞ്ഞു. താഴ്ന്ന ജാതിയോ? എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? എനിക്കറിയത്തില്ലടി. അച്ഛൻ പിന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിവിടെ കൂട്ടുകൂടിയാലും അച്ഛൻ അറിയാനൊന്നും പോകുന്നില്ല. ഇതാ കഴിക്ക്. ഇത് കഴിക്ക്. നിന്റെ മുഖം എന്തായിട്ട് തിളങ്ങുന്നേ? നീ കുറച്ച് വെളുത്തോ?
തീർത്തോ? എടി ആഫ്രിക്കക്കാരി, ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോകുന്നില്ലേ? യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. സിറ്റ് ഡൗൺ ഓൾ ഓഫ് യു. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അമലേ, ഇന്ന് സഞ്ജയികാൽ അടയ്ക്കാൻ കൊണ്ടുവന്ന പണം കാണാതായിരിക്കുന്നു. ആരെങ്കിലും അതെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരിക ഇപ്പം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ബാഗ് പരിശോധിക്കും. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ മഞ്ജു ടീച്ചറെ പോലെ അല്ല ഞാൻ. മനസ്സിലായിട്ടല്ലോ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. അമൽ പോയിരിക്കേ. ഇനി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ കാശ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പാരൻസുമായിട്ടായിരിക്കും ക്ലാസ്സിൽ വരേണ്ടി വരിക. മനസ്സിലായല്ലോ? അൽഫോൺസാ, ബാഗ് തുറക്ക്. ബാഗ് തുറക്കടാ. ഇതെന്താ അത്? 2 ബുക്കോ? 7 പഠിക്കുന്നവർക്ക് 2 ബുക്ക്. അമ്പിളി, ബാഗ് തുറന്നേ. ബാഗ് തുറക്കുട്ടി. നിന്നോടാ പറഞ്ഞത് ബാഗ് കൂടി തരാൻ. നീയാണോ കാശെടുത്ത്? ആണോന്ന്? അല്ല ടീച്ചറെ. പിന്നെന്താ? പിന്നെന്തുകൊണ്ട് ബാഗ് തന്നില്ല? ഇതെന്താ ഇത്? ഫാൻസി ഷോപ്പോ? നീ എന്താ ഐശ്വര്യ റായി ആവാൻ പോവുക? അതെ, കാക്ക കുളിച്ച കൊക്കാവൂ അമ്പിളി. അമ്പൂസേ, വന്നപ്പോ പോലും നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നീ എന്തെടുക്കും അവിടെ? അമ്പൂസേ, അച്ഛൻ കുറച്ച് ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുക. നിനക്കെന്താ എല്ലാ കാര്യത്തിനും ഒരു വിഷമവും ദേഷ്യമൊക്കെ? ഞാൻ ഇനി സ്കൂളിൽ പോണില്ല അച്ഛാ. എന്താ മോളെ പറ്റിയേ? എന്താ അമ്പൂസേ? എന്താ കാര്യം? എന്താ? സ്കൂളിലെല്ലാരും ഞാൻ കറുത്തതാണെന്ന് പറഞ്ഞ് കളിയാക്കും അച്ഛ. കുട്ടികളെല്ലാരും എന്നെ ആഫ്രിക്കക്കാരി എന്നാ വിളിക്കുന്നത്. ഒന്നിനെ ഒപ്പനെന്ന് മാറ്റിയ പോലെ MLA സാർ വന്നപ്പോ ഞാൻ കറുത്തതായോണ്ട് പൂ എടുക്കണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ആർക്കും എന്നെ കറുത്തതാണ്ട് ഇഷ്ടമല്ല അച്ഛ. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തുക. എനിക്ക് വെളുക്കണം അച്ഛാ. ഞാൻ ഇനി വെളുക്കാതെ സ്കൂളിൽ പോണില്ല. ഇതെന്താ മോളി ഇത്ര നാൾ അച്ഛനോട് പറയാൻ? അച്ഛന് വിഷമാന്ന് വിചാരിച്ചു.
ഇത് ആ ലില്ലി ടീച്ചറുടെ കൈ കൊടുത്തേക്കട്ടോ. ശരി സാർ. അമ്പിളി ആ മഞ്ജു ടീച്ചറുടെ ക്ലാസ്സിലെ കുട്ടിയല്ലേ? ഇതിപ്പോൾ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇതൊക്കെ വലിയ സീരിയസ് ആക്കാനുണ്ടോ? താനേ അവളോട് ക്ലാസ്സിൽ വരാൻ പറ. അല്ലാതെ പിന്നെ ഇതൊക്കെ പതി അങ്ങ് മാറിക്കൊള്ളും. മാഷെ, ടീച്ചർമാർ പോലും അവളോട് അപമര്യാദയായിട്ടാണ് പെരുമാറുന്നു. അതൊക്കെ അവരുടെ തോന്നലാ. പിന്നെ കുട്ടികൾ പറയുന്നത് പല കുടുംബത്തിൽ നിന്നും വരുന്ന പിള്ളേരല്ലേ, എല്ലാവരുടെയും വായ അടപ്പിക്കാൻ പറ്റുമോ? മാഷെ, നിങ്ങളിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കല്ലേ. നിങ്ങൾ മാഷന്മാരല്ലേ കുട്ടികളെ നല്ല പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. ഓഹോ, അപ്പൊ താൻ പറയുന്ന കേട്ടാ തോന്നും തൻ്റെ മോള് കറുത്തു പോയത് ഞാൻ കാരണമാണെന്ന്. പിള്ളേർക്ക് ഇങ്ങനത്തെ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കളെ വരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ പരാതിയായിട്ട് സ്കൂളിലേക്ക് വരികയല്ല. താനൊരു കാര്യം ചെയ്യ് മോളെ, വലുതാവുമ്പോൾ ഒരു കറുത്തവനെ കൊണ്ട് കെട്ടിക്ക്. അപ്പം ഇങ്ങനത്തെ കോംപ്ലക്സ് ഒക്കെ മാറിക്കോളും. അല്ലാതെ ഞാനിതിനൊക്കെ എന്നാ ചെയ്യാം? അപ്പം ശരി. വേണോ, ആ സ്കോളർഷിപ്പ് വാങ്ങി പോയിക്കോട്ടോ. ശരി. ആ വേണു, ഇന്ന് പോയില്ലേ? ഇല്ല. ചെറിയൊരു കല്യാണ കേസാ, ഒന്ന് ഡീലാക്കട്ടെ. ആൻഡോ, 2 ചായ. 2 ചായ. അപ്പൊ പറ, എന്താ നിന്റെ ഡിമാൻഡൊക്കെ? ഡിമാൻഡായിട്ടൊന്നുമില്ല. വീട്ടുകാർ കുറേ കാലമായി കല്യാണം ആലോചിക്കുന്നു. വയസ്സ് 32 നിന്റെ ജോലി എന്താന്നാ പറഞ്ഞേ? ജോലിയായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഡിമാൻഡും ഇല്ല. ജാതി ഒന്നൊരു പ്രശ്നമല്ല, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നാ മതി. ആ, അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണുണ്ട്. ഇതാ, ബ്രോക്കറെ, ജാതി പ്രശ്നമല്ല എന്ന് പറഞ്ഞത് എൻ്റെ ജാതിയുടെ അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു ജാതിയാ. ഇതിപ്പോ തീരെ താന്നു പോയല്ലോ. അപ്പൊ നിനക്ക് ജാതി പ്രശ്നമല്ല എന്ന് പറഞ്ഞത്? വീട്ടുകാരാണ് പ്രശ്നം, അവരൊന്നും സമ്മതിക്കില്ല. പഴയ ആൾക്കാരല്ലേ. പിന്നെ ഞാൻ ഈ പറഞ്ഞതൊന്നും പുറത്തു വേണ്ട, അച്ഛൻ രാഷ്ട്രീയത്തിലുള്ളതാ. പിന്നെ പുള്ളിക്ക് അതൊരു പ്രശ്നമാണ്. ആ വേണു, പോവാണോ? ഇങ്ങനെ ഒറ്റത്തടിയായിട്ടൊക്കെ നടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കാൻ മേലായിരുന്നോ? ഇയാൾക്ക് ഇത്രയും കാലമായിട്ട് പെണ്ണ് കിട്ടിയില്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞതാ. ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചുപോയി. ഇപ്പം ഇയാളും മോളും തന്നെ ഉള്ളൂ. പീടികപ്പാറ വില്ലേജ് ഓഫീസിലെ ക്ലർക്കാ. കുറേ കാലമായിട്ട് ഇവിടെ തന്നെയാ താമസം. പരപ്പനാ. ഞാനും എൻ്റെ അമ്പിളിയും അവസാനമായിട്ട് കരഞ്ഞത് എപ്പോഴാണെന്ന് അറിയാമല്ലേട്ടാ? എൻ്റെ മോൾക്ക് 8 വയസ്സുള്ളപ്പോൾ അവിടെ അമ്മയുടെ ബോഡി അവിടെ മുന്നിൽ കൂടെ കൊണ്ടുപോകുമ്പോഴാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതുവരെ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രമാണ്. പലനറിയോ, ഞാനൊരു നല്ല ഷർട്ട് മേടിച്ചിട്ട് വർഷങ്ങളായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോള് മാത്രമാണ് എനിക്ക് വലുത്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ആ അവളെയാണ് എല്ലാവരും കൂട്ടി കരയിപ്പിക്കുന്നത്. നിറം കറുത്തതിന് അവളെന്ത് ചെയ്യാനെ പാലട്ട? കാര്യം കറുപ്പൊന്നുമല്ല,
ജാതി തന്നെ. അതവക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ഞാനത് ഡെയിലി ഓഫീസിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ പിന്നെ അത് കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണ് ബാലേട്ട. അവളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടോ. ടീച്ചർമാർ പോലും അവളോട് അങ്ങനെയല്ലേ പെരുമാറുന്നത്. എത്ര വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ ചിലരുണ്ട്, ഒരു ബോധവുമില്ലാതെ. അതിന് കറുപ്പിനെന്താ കുഴപ്പം? കറുപ്പ് ഈ ലോകത്തുള്ള നിറം തന്നെയല്ലേ. പക്ഷെ കറുപ്പിനോട് മാത്രം എന്താ ആൾക്കാർക്കൊക്കെ ഒരു വെറുപ്പ്? ആരോ പറഞ്ഞ പോലെ മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയാലും ഇവിടെ പലർക്കും ജാതിയും മതവും നിറവും ഒക്കെയാ പ്രശ്നം. കാലം എത്ര കഴിഞ്ഞാലും ഇതൊന്നും ഇവിടുന്ന് മാറാൻ പോകുന്നില്ലടോ. മാറും. ഇതിലും വലിയ മാറ്റങ്ങളുണ്ടായ ചരിത്രമുണ്ട് ഇവിടെ. ഇങ്ങനെയൊക്കെ പറയുന്നു നിനക്കാണോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്? അവൾ സ്കൂളിൽ പോകാതിരുന്നാൽ നിനക്കും അവൾക്കും മാത്രം നഷ്ടം. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. നിനക്ക് മാത്രമേ അതിന് പറ്റൂ. ബാലേട്ട, അമ്പിളിയെ. ആ മോളെ, ദേ വരുമോ? അച്ഛൻ ദേ വരുമോ? ഒരു 5 മിനിറ്റ്. ആ ബാലേട്ട, ഞാൻ രാവിലെ തൊട്ട് ഭയങ്കര ഡെസ്പായിരുന്നു. എനിക്കിതൊക്കെ തുറന്നു പറയാൻ പിന്നെ ബാലേട്ടനല്ലേ ഉള്ളു. മോള് വിശന്നിരിക്കുക, നമുക്കെന്ന് ഇറങ്ങിയാലോ? ശരി. ഹലോ, ടീച്ചർ തിരക്കിലാണോ? ആ അല്ല, ഞാനേ ആൻസർ പേപ്പർ നോക്കിയായിരുന്നു. പറഞ്ഞോളൂ സാർ. അതെ, ആ അമ്പിളിയെ പോയെന്ന് കാണണം ടീച്ചറെ. അവളിന്ന് സ്കൂളിൽ വരുന്നില്ലെന്ന് അവളുടെ അച്ഛൻ വന്ന് പറഞ്ഞു. ഈ പ്രശ്നം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ആരാണ് മാഷെ പ്രശ്നം ഉണ്ടാക്കിയത്? മാഷൊന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ അച്ഛന് സ്കൂളിൽ വന്ന് സംസാരിച്ചപ്പോൾ എന്തൊക്കെയാ മാഷ് അയാളോട് പറഞ്ഞേ? അന്ന് അവളെ സ്മിത ടീച്ചർ ഒപ്പനയെന്ന് ഒഴിവാക്കിയപ്പോൾ മാഷ് ടീച്ചറെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത്? അവളുടെ പഠിത്തം നിർത്താൻ കാരണം മാഷും കൂടെയാ. എന്റെ ടീച്ചറെ പറ്റിപ്പോയി. ഇത് പുറത്തറിഞ്ഞ ആകെ നാണക്കേടാവും. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക കുറെ ചാനലുകാരും സംഘടനകളും. അതുകൊണ്ട് ടീച്ചർ എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹരിക്കണം. ടീച്ചർ ഒന്ന് അവളെ പോയി കണ്ട് സ്കൂളിലോട്ട് വരാൻ പറയണം. ടീച്ചറെ, സ്കൂളിന് നാണക്കേടാവും ഇത്. ഓ, അപ്പൊ നാട്ടുകാരെ പേടിച്ചിട്ടാണ്, അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങളുടെയൊക്കെ ഇത്തരം ചിന്താഗതി കൊണ്ട് ഇല്ലാതാവുന്നത് ഒരു കുട്ടിയുടെ ഭാവിയാണ് മാഷേ. മാഷ് വിളിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഞാൻ അവളെ കാണാൻ തീരുമാനിച്ചതാ. മാഷ് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ മാഷേ, ഇത് പുറത്തറിഞ്ഞ് ബാലാവകാശ കമ്മീഷൻ എങ്ങാനും ഇടപെട്ടാലേ മാഷ് തന്നെ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ടീച്ചറെ, അതാ ടീച്ചർ ചോദിച്ച വേണിച്ചേട്ടൻ്റെ വീട് കേട്ടോ. ഓ, ആ ശരി. ആ അമ്പിളി മോൾ ഇങ്ങനെ എത്ര കാലം സ്കൂളിൽ വരാണ്ടിരിക്കും? അടുത്ത വർഷം 8ാം ക്ലാസ്സിലേക്കല്ലേ? വലിയ കുട്ടിയായില്ലേ നീ? ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ വിഷമിക്കാണോ? അവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല ടീച്ചറെ. ഞാൻ കറുത്താണെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുക. പാർവതിക്കും ടീച്ചറിന് മാത്രമേ എൻ്റെ അടുത്ത് സ്നേഹമുള്ളൂ. അമ്പിളി, ഇനി നിന്നെ അവിടെ ആരും കളിയാക്കില്ല. കുട്ടികളോടും സ്മിത ടീച്ചറോടൊക്കെ ഞാൻ പറഞ്ഞോളാം. മോള് തിങ്കളാഴ്ച മുതൽ സ്കൂളിലോട്ട് വാ. എനിക്ക് പാർവതിയെ പോലെ വെളുക്കാൻ പറ്റുമോ ടീച്ചറെ?
അവളെപ്പോലെ വെളുത്ത നിറം ഉണ്ടായിരുന്നെങ്കിൽ ആരും എന്നെ കളിയാക്കില്ലായിരുന്നു. ഇനി ഞാൻ വെളുക്കാതെ സ്കൂളിൽ വരുന്നില്ല ടീച്ചറെ. അമ്പിളി എന്താ വെളുക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നേ? 600 ടീച്ചർ. അമ്പിളിക്ക് വെളുക്കാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തരണം. ലോകത്തിലെ ഏറ്റവും നല്ല നിറം ഏതാണെന്നറിയോ അമ്പിളിക്ക്? ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യും, ലോകത്തിലെ ഏറ്റവും നല്ല നിറം ഏതാന്ന് കണ്ടുപിടിച്ച് തിങ്കളാഴ്ച സ്കൂളിലോട്ട് പോവാ. അമ്പിളിക്ക് വെളുക്കാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴേ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, തിങ്കളാഴ്ച വരെ സമയമുണ്ട്. ഇതൊരു ഹോംവർക്കായി കൂട്ടിക്കോ. ചേട്ടാ. ആ അമ്പിളി, നീ ഇരിക്കും, ഞാനിപ്പോൾ ഇതൊന്ന് തീർത്തോട്ടെ. ചേട്ടാ, ഫോട്ടോ എടുക്കാനല്ല, ഒരു കാര്യം ചോദിക്കാനാ. എന്ത് കാര്യം? ചേട്ടാ, ലോകത്തിലെ ഏറ്റവും നല്ല നിറം ഏതാ? നീ എന്താടി ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നേ? ഒന്നുമില്ല ചേട്ടാ, ടീച്ചർ ചോദിച്ചതാ. അങ്ങനെ ചോദിച്ചാ ലോകത്തില് അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു നിറം ഇല്ല. എല്ലാ നിറവും നല്ലതല്ലേ? അമ്പിളി വാ, കാണിച്ചു തരാം. മോളെ, ഈ ചിത്രം കണ്ടോ? ഇതിലെന്തൊക്കെ നിറങ്ങളാണെന്ന് നോക്കി. ആകാശത്തിന് നീല നിറം അല്ലേ? മഞ്ഞിൻ്റെ നിറം കണ്ടോ? വെള്ള. താഴെ പുല്ലിന് പച്ച, പൂക്കൾ വയലറ്റ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു ഒറ്റ നിറമായിരുന്നെങ്കിൽ ഇതിനെന്ത് ഭംഗിയാണ് ഉള്ളത്? ഭയങ്കര ബോറായിരിക്കും അല്ലേ? അപ്പോൾ മോളെ ടീച്ചറുടെ അടുത്ത് പറയണം ലോകത്തിലെ എല്ലാ നിറങ്ങളും നല്ലതാണെന്ന്. അല്ല ചേട്ടാ, ഞാനും അച്ഛനും അന്ന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എന്തിനാ അതിൽ വെളുപ്പിച്ചേ? അപ്പോൾ വെളുപ്പല്ലേ ഏറ്റവും നല്ല നിറം?
ബിജേട്ടാ. ആ എന്താ മോളെ അമ്പിളി? ചേട്ടാ, ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള കളർ ഏതാ? വെളുപ്പ്. ഇത് കണ്ടില്ലേ, എല്ലാവരും ഇതുപോലെ വെളുത്ത പെയിന്റ് അല്ലേ അടിക്കാറ്? ഞാൻ തന്നെ എത്ര വീണ്ടും വെളുത്ത പെയിന്റ് അടിച്ചിട്ടുണ്ട്. എന്താ മോളെ? ഒന്നുമില്ലേട്ടാ. ചേച്ചി. ആ എന്നാ മോളെ, മുടി വെട്ടാൻ വന്നയാണോ? വാ. അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ലോകത്തിലെ ഏറ്റവും നല്ല നിറം വെളുപ്പാണോ? അതെന്നാത്തിനെ പറഞ്ഞിട്ട്? ടീച്ചർ ഒരു ഹോംവർക്ക് തന്നതാ. മോളിങ് വാ, ഒരു സൂത്രം കാണിച്ചുതരാം. മോളുടെ പേരെന്താ? അമ്പിളി. ഏത് സ്കൂളാ പഠിക്കുന്നേ? MNS സ്കൂളിൽ. ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേന്നാ പറഞ്ഞേ? 7ാം ക്ലാസ്സിൽ. അമ്പിളി, മോളിനി പതുക്കെ കണ്ണു തുറന്നേ. ഇനി മോള് പറ, ഏറ്റവും നല്ല നിറം ഏതാ? സാറേ ചായ. ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. എന്താ? അവൻ എനിക്കൊന്നും ചായ ഒന്നുമില്ല. ഡോ രേഷാ. ആ സാറേ കഴിഞ്ഞോ? താൻ എന്തൊരു മനുഷ്യനാണോ? ഇവിടെ എത്ര ആൾക്കാർക്ക് ചായ എടുത്തിട്ട് താനെന്താ വേണുവിന് മാത്രം ചായ എടുക്കാത്തത്? അയാൾ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനല്ലേ? ഞാനത് കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സാറേ, ഇവൻ്റെയൊക്കെ തലമുറക്കാരെ പണ്ട് എൻ്റെ പറമ്പിൽ പണിക്ക് വന്നിട്ടുള്ള ആളുകളായിരുന്നു. അന്ന് പറമ്പിൽ കുഴി കുത്തിയിട്ടാണ് അവർക്ക് ചോറ് കൊടുത്തിരുന്നത്. ആ തറവാട്ടിൽ ജനിച്ച ഞാൻ അവന് ചായ കൊടുക്കാനോ? പിന്നെ കാര്യം ഞാൻ പ്യൂണും അയാൾ ക്ലർക്കൊക്കെ ആയിരിക്കും. പക്ഷേ സാറൊരു കാര്യം മനസ്സിലാക്കണം, സർക്കാരിൻ്റെ ജാതി സർട്ടിഫിക്കറ്റിൽ ഇപ്പോഴും എൻ്റെ താഴെ തന്നെയാണ് അയാൾ. ഇപ്പോൾ ആ പഴയ നൂറ്റാണ്ടെന്ന് വണ്ടിയിട്ടാത്ത ആളല്ലെങ്കിൽ സാറേ, നൂറ്റാണ്ട് ഏതായാലും എല്ലാവരും ഉള്ളിൽ ഇതൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ഞാൻ ഇതുവഴി വിളിച്ച് പറയുന്നെന്ന് മാത്രം. ഇപ്പോഴും പലരും ഉള്ളിൽ ഇതൊക്കെ തന്നെയാണുള്ളത്. മനസ്സിലായ? സാറ് ചായ കുടിക്ക്. ലോകത്തിലെ ഏറ്റവും നല്ല കളർ വെളുപ്പാണോ? ഇതാരാ നിന്നോട് പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും നല്ല കളർ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ ടീച്ചർ പറഞ്ഞു. എല്ലാവരും വെളുപ്പാ പറഞ്ഞേ. എൻ്റെ അമ്പിളി, അതൊക്കെ ചുമ്മാ പറയുന്നതാ. എൻ്റെ ഗ്രാൻഡ് പാ, അതായത് എൻ്റെ ചാച്ചൻ്റെ ചാച്ചൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ എൻ്റെ മുടി വെളുത്തുപോയെന്നും പറഞ്ഞ് കറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വെളുപ്പാണോ നല്ലത്? അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം നീലയാണ് എന്ന് കരുതി നീല മാത്രമാണോ നല്ലത്? നീല ഇഷ്ടമായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല നിറമായിട്ട് നീലയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അമ്പിളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ആയിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും നല്ല നിറമായിട്ട് അമ്പിളിക്ക് തോന്നുന്നത്. ആ നിറം ടീച്ചറോട് പോയി പറ. അന്ധവിശ്വാസത്തിന്റെയും ദുരാചാരത്തിന്റെയും ഇരുണ്ട കാലഘട്ടം തിരികെ കൊണ്ടുവരാൻ ജാതിയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുകയാണെന്നും ഇത് മതനിരപേക്ഷതയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും മലബാർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി. കാലങ്ങളായി തുടർന്നു വന്നിരുന്ന ചില നിയമങ്ങളും നിയമനങ്ങളും ഈ സർക്കാർ വന്ന ശേഷം മാറ്റം വരുത്തുന്നുണ്ടെന്നും കോഴിക്കോട് പുതിയറയിൽ നടന്ന
രാമനുണ്ണി അധ്യക്ഷം വഹിച്ചു. സ്പീഡ് ന്യൂസിൽ ഒരിടവേള. അമ്പൂസേ, അപ്പോൾ സ്കൂളിൽ പോകാൻ തീരുമാനിച്ചല്ലേ? ഏത് നിറത്തിൻ്റെ പേരാ നീ ടീച്ചറിനോട് പറയാൻ പോകുന്നത്? നിന്റെ ടീച്ചർ എന്നെ വിളിച്ചായിരുന്നു. ഇവിടെ വന്ന കാര്യവും നിന്നോട് ചോദിച്ച ചോദ്യവും ഒക്കെ എന്നോട് പറഞ്ഞു. എന്തുത്തരോ നീ ടീച്ചറിനോട് പറയാൻ പോകുന്നത്? അച്ഛാ, ഞാൻ വെളുത്തതായിരുന്നെങ്കിൽ ആരും എന്നെ കളിയാക്കില്ലായിരുന്നു. അപ്പോൾ വെളുപ്പല്ലേ ഏറ്റവും ഭംഗിയുള്ള നിറം? ടീച്ചറെ. ആഹാ അമ്പിളി, നേരത്തെ എത്തിയല്ലോ. വാ, കേറി വാ. ഇരിക്ക്. സങ്കടമൊക്കെ മാറിയോ? വിളിക്കാനുള്ള മരുന്ന് അന്വേഷിച്ച് വന്നല്ലേ? വേണ്ട ടീച്ചറെ, എനിക്കിനി മരുന്ന് പറഞ്ഞുതരണ്ട. എനിക്ക് വെളുക്കണ്ട, കറുപ്പ് തന്നെ മതി. കൊള്ളാലോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? ഒന്നുമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ മോക്ക്? കിട്ടി. ലോകത്ത് അങ്ങനെ ഒരു നിറം ഇല്ല ടീച്ചറെ. ഇത് എവിടുന്ന് കിട്ടിയതാ മോക്ക് ഈ ഉത്തരം? എന്തിനാച്ചാ നമ്മൾ ഇങ്ങോട്ട് വന്നേ? അമ്പൂസേ, അത് കണ്ട? ഇത്രയും മിന്നാമിന്നുകളെ ഇതിനു മുമ്പ് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്? ഇല്ല. ഇതുപോലെ മോള് കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ലോകത്ത്. പക്ഷേ ആ കാഴ്ചകൾക്ക് മോൾ ഇഷ്ടപ്പെടുന്ന വെളുത്തിറം മാത്രമല്ല ഉള്ളത്. അമ്പൂസിന് മനസ്സിലായ? മോളെ മോക്ക് ഏത് നിറം വേണേലും ഇഷ്ടപ്പെടാം. പക്ഷെ ആ നിറമാണ് ലോകത്തിലെ ഏറ്റവും നല്ല നിറമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു നിറം ഈ ലോകത്തില്ല. എല്ലാ നിറവും നല്ലതാണ്. ഇതൊക്കെ മോക്ക് അച്ഛൻ നേരത്തെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ മോള് തന്നെ ഇത് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചച്ഛൻ. പക്ഷേ ഇന്ന് നീ കണ്ടെത്തിയ ഉത്തരവുണ്ടല്ലോ, അത് തെറ്റാ. മോൾക്കച്ഛനൊരു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് ഞാനും നിന്നെ പോലായിരുന്നു. കറുപ്പിൻ്റെ പേരിൽ ഒരുപാട് പേരച്ഛനെ കളിയാക്കിയിട്ടുണ്ട്. അച്ഛൻ ഒരുപാട് വിഷമിച്ച്. അന്ന് അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നത് കരിവണ്ടെന്നായിരുന്നു സ്കൂളിൽ. അച്ഛൻ ഒരുപാട് കരഞ്ഞ് വിഷമിച്ച്. പിന്നെ അച്ഛന് മനസ്സിലായി, അങ്ങനെ കരഞ്ഞ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു. പിന്നെ അച്ഛൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി മേടിച്ചു. പക്ഷെ അച്ഛൻ ഇപ്പോഴും നിറത്തിൻ്റെ പേര് കളിയാക്കുന്നവരുണ്ട്. അവരങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തവർ. പക്ഷെ മോൾ അവരെ പോലെ ആകരുത് കേട്ടോ. മോള് തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. തൊട്ടാവാടി എന്തിനാ എല്ലാവരും തൊടുന്നത്? അത് വാടുന്നതുകൊണ്ട്. മോളും അങ്ങനെ. നിന്റെ ടീച്ചറും കുട്ടികളും നിന്നെ വീണ്ടും വീണ്ടും കളിയാക്കുന്നത് നീ അങ്ങനെ വാടിയതുകൊണ്ടാണ്. ഇന്ന് നിന്നെ കറുപ്പിൻ്റെ പേര് കളിയാക്കുന്നവരൊക്കെ നാളെ മറ്റു പലതും പറഞ്ഞ് കളിയാക്കും. വെളുക്കാനുള്ള മരുന്ന് പോലെ നിനക്കപ്പോൾ അതിനൊന്നും മരുന്ന് കിട്ടിയെന്ന് വരില്ല. ഇനി മോൾ ആലോചിക്കും നാളെ ടീച്ചർക്ക് എന്തുത്തരം കൊടുക്കണമെന്ന്.
പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, നമ്മുടെ ഈ അധ്യയന വർഷത്തെ സ്കൂൾ ലീഡറായി 8A ക്ലാസ്സിലെ അമ്പിളി വേണുവിനെ തിരഞ്ഞെടുത്തതായി അറിയിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ഇതൊരു അമ്പിളിയുടെ മാത്രം കഥയല്ല. അമ്പിളിയെപ്പോലെ ലോകത്ത് വർണ്ണജാതി വിവേചനം നേരിടുന്ന ഒരുപാട് കുട്ടികളുടെ ജീവിതമാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ അവർക്കതിനെ അതിജീവിക്കാൻ കഴിയട്ടെ. തിരിച്ചറിവുകൾക്ക് നിറങ്ങളേക്കാൾ ഭംഗിയുണ്ടെന്നുള്ള സത്യം അവർ മനസ്സിലാക്കട്ടെ. ജാതിയോ മതമോ വർണ്ണമോ ഒന്നുമല്ല നമ്മുടെ ജീവിത വിജയം തീരുമാനിക്കുന്നത്. പരാജയങ്ങളെ തട്ടിമാറ്റി മുന്നോട്ട് പോകാം. കറുപ്പോ വെളുപ്പോ അല്ല, നാം എല്ലാവരും മനുഷ്യരാണ് എന്നതാണ് സത്യം. മനുഷ്യരെ തിരിച്ചറിഞ്ഞ് നമുക്ക് മനുഷ്യനായി ജീവിക്കാം. തളിരിൽ പൂവിൽ മഴ വീണെഴുതും നിറമോ മണ്ണിൽ നിറയെ, കാറ്റിൽ മഞ്ഞിൽ വെയിൽ വീണുതിരും നിറമോ പാരിൽ നിറയെ. നീ അലിയും നിറം, ഞാൻ കനിവിൻ നിറം. നീ ആകാശമൗനം, ഞാൻ മണ്ണിൻ മണം. നീ പുലരി വിരിക്കും നിറം, ഞാൻ സന്ധ്യയിലൂറും നിറം. നീ കനവിൻ നിറം, ഞാനതിൽ നിറയും നിറം. ജനനം നിറം, മരണം നിറം, വെളിച്ചം നിറം, ഇരുട്ടും നിറം. ജനനം